ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒരു നിമിഷം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DGPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം വരുന്നത്. പക്ഷേ അതിലുള്ള മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ADGP MR അജിത് കുമാറിന്റെ സബോർഡിനേറ്റ്സ് ആയി വരുന്നവരാണ്. അദ്ദേഹത്തെ ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുമില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതെ, ഇത് ഇത്തരത്തിലാണ് അന്വേഷണമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രഹസനം മാത്രമാണ്. ഒരു ADGPയെ സംബന്ധിച്ച്, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു ADGPയെ സംബന്ധിച്ച് അദ്ദേഹം കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്നും അദ്ദേഹം സ്വർണം കടത്തൽ കേസിൽ രാജ്യദ്രോഹ കുറ്റത്തിന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുവെന്നും അദ്ദേഹം സ്വർണം പൊട്ടിക്കൽ കേസിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ഫോൺ ചോർത്തലിന്റെ ഭാഗമായി നിന്നിട്ടുണ്ടെന്നും മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്നും പറയുമ്പോൾ അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് ഒരു DGPയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ്, പത്മകുമാറിന്റെ തന്നെ അജിത് കുമാറിന്റെ തന്നെ സബോർഡിനേറ്റ്സിനെ ഉൾപ്പെടുന്ന ഒരു അന്വേഷണ ഏജൻസി കൊണ്ട് അന്വേഷിപ്പിച്ചാൽ ഈ DGP തലപ്പത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോ ഇത് വെറും ഒരു ഐവാഷായി മാറിയിരിക്കുന്നു. ADGP അദ്ദേഹത്തിന്റെ പദവിയിൽ തന്നെ തുടരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നു. DGP പേരിന് മുകളിൽ വെച്ചിരിക്കുന്നത് മാത്രം. ഇതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒരേ സമയം തന്നെ ADGPയെ ഭയപ്പെടുന്നു, മുഖ്യമന്ത്രി അതേസമയം തന്നെ ശശിയെ ഭയപ്പെടുന്നു, മുഖ്യമന്ത്രി അതേസമയം തന്നെ അൻവറിനെ ഭയപ്പെടുന്നു. മുഖ്യമന്ത്രിക്ക് മൂന്ന് കൂട്ടരെയും ഭയമാണ്. ചെകുത്താനും കടലിനും ഇടയ്ക്ക് ആയ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. മാത്രമല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന റിലീസ് അനുസരിച്ചുള്ള വിവരമാണ്. ഇതിൽ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം എന്നത് മാത്രമാണ് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ PV അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, P ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ അന്വേഷണം ഉള്ളതായോ അല്ലെങ്കിൽ എന്ത് നടപടികൾ എടുക്കുമോ എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ഇല്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഏതായാലും അന്വേഷണം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമായി മാറ്റുകയാണോ? ഒരിക്കലുമല്ല, അത് സംഭവിക്കുക അസാധ്യമാണല്ലോ. P ശശിയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. ആദ്യം മലപ്പുറം SP സംബന്ധിച്ച് പറഞ്ഞു, പിന്നീട് അൻവർ പറഞ്ഞത് പത്തനംതിട്ട SP സംബന്ധിച്ചാണ്, പിന്നീട് ADGPയെ സംബന്ധിച്ച് പറഞ്ഞു, ഇപ്പൊ ഏറ്റവും അവസാനം P ശശിയെ കുറിച്ച് വരെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് P ശശി ആരോപണ വിധേയനാണ്. യഥാർത്ഥത്തിൽ ഒന്നാം പ്രതിയായി നിൽക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. P ശശി ആരോപണ വിധേയനാണ്, ADGP ആരോപണ വിധേയനാണ്. ഇവരെല്ലാം ചെയ്തിട്ടുള്ളത് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയാണ്. ആ രാജ്യദ്രോഹ കുറ്റം അന്വേഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ AGPയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അന്വേഷിക്കാൻ കഴിയുക എന്ന് എനിക്കറിയില്ല. കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്നതുൾപ്പെടെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്വർണം തട്ടിക്കൽ ഉൾപ്പെടെ, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും, ഫോൺ ചോർത്തൽ ഉൾപ്പെടെ ഏറ്റവും ഗൗരവമുള്ള രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ ഏജൻസി ഫോം ചെയ്യുകയും അദ്ദേഹത്തെ അതേ സ്ഥലത്ത് തന്നെ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവമുള്ള വിഷയമാണ്. ഇതുകൊണ്ടൊരു കാര്യവുമില്ല. ഇനി അദ്ദേഹത്തെ മാറ്റിയാൽ പോലും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടൊരു അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണം എത്രത്തോളം ഫലവത്താകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. P ശശിയെ സംബന്ധിച്ചും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ, യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ച്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ ആകില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവുമില്ല. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹം രാമേശ്വരത്ത് പോകുന്നതാവും നല്ലത്. കാരണം അദ്ദേഹത്തിന്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ ADGP, ലോ ആൻഡ് ഓർഡർ AGP നടത്തിയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേടുകൾ അതേ സംബന്ധിച്ച് പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിന് തന്നെ MLA ആണ്. അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രി ഇതിനകത്ത് പേരിന് ഒരു പ്രതികരണം നടത്തിയെന്നതിനപ്പുറത്തേക്ക് ഗൗരവമുള്ള ഒരു നടപടിയിലേക്കും കടക്കുന്നില്ല എന്ന് വേണം ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നമുക്കറിയാം സംസ്ഥാന പോലീസിനെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരുപക്ഷെ അടുത്തെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ. നമുക്കറിയാം ഏത് ചെറിയ പോലീസുകാരനെതിരെ പോലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാൽ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുകയോ മാറ്റി നിർത്തുകയോ ചെയ്തുകൊണ്ടാണ് ഒരു അന്വേഷണമെങ്കിലും പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷണമെങ്കിലും നടത്തുന്നത്. ഇതിപ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നത് കൊണ്ട് തന്നെയാണോ ഇത്തരത്തിലൊരു സംരക്ഷണ കവചം തീർക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. കാരണം ഈ സംഘം മതിയോ അന്വേഷിക്കാൻ എന്ന ചോദ്യമാണ്. അവിടെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇതിനകത്ത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ദേശദ്രോഹത്തെ സംബന്ധിച്ചുള്ള വകുപ്പുകൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദേശീയ തലത്തിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ട്, മുഖ്യമന്ത്രിക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവർ, ഈ തട്ടിപ്പുകൾക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുന്ന രണ്ട് എന്താ പറയുന്നത്, നമ്മളൊക്കെ പറയുമല്ലോ, കുടിപ്പകയുടെ ഭാഗമായി നിൽക്കുന്ന രണ്ട് കൂട്ടർ. ഒരു ഭാഗത്ത് PV അൻവർ, മറുഭാഗത്ത്
ADGPയും അതുപോലെ തന്നെ P ശശിയും. ഇവരിൽ ആരെയും മുഖ്യമന്ത്രിക്ക് തള്ളുക അസാധ്യമാണ്. ആരെങ്കിലും ഒരാളെ തള്ളിയാൽ അവർ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്ന കാര്യത്തിൽ തർക്കവുമില്ല. അത് മുഖ്യമന്ത്രി നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മുഖ്യമന്ത്രി ചെകുത്താനും കടലിലും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് എല്ലാം കൊണ്ടും ഭൂഷണം. മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് പുറത്തു പോകുന്നതാകും എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ശാമക്കാല.